ഗർഭധാരണം തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണ്? പുരുഷ കോണ്ടം, പിൻവലിക്കൽ രീതി, ഗർഭനിരോധിത ഗുളിക, വിട്ടുനിൽക്കൽ. മിക്ക സ്ത്രീകളുടെയും ആർത്തവചക്രത്തിന്റെ ശരാശരി ദൈർഘ്യം എത്രയാണ്? 21 ദിവസം, 28 ദിവസം, 35 ദിവസം, 42 ദിവസം. ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്ന യോനിയിൽ ഒരു ചെറിയ വഴങ്ങുള്ള മോതിരം സ്ഥാപിക്കുന്നത് ഏത് ഗർഭനിരോധന മാർഗത്തിൽ ഉൾപ്പെടുന്നു? ജനന നിയന്ത്രണ ഷോട്ട്, യോനിയിലെ വളയം, ഗർഭനിരോധനം എന്ന നിലയിൽ പിൻവലിക്കൽ രീതിയുടെ ഉദ്ദേശം എന്താണ്? യോനിയിലെ ബീജം കടക്കുന്നത് തടയാൻ, എസ്റ്റിയുടെ സാന്ദ്രത കുറയ്ക്കാൻ, ലൈംഗിക സുഖം ഉത്തേജിപ്പിക്കാൻ, മുട്ടകളുടെ പ്രകാശനം തടയാൻ. സ്ത്രീകളിൽ കന്യാചർമ്മത്തിന്റെ ഉദ്ദേശം എന്താണ്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ, ഗർഭധാരണം തടയാൻ, യോനി സംരക്ഷിക്കാൻ, മുട്ടകൾ സംരക്ഷിക്കാൻ. പുരുഷന്മാരിൽ പോസ്റ്റസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം എന്താണ്? ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാൻ, ബീജം സൂക്ഷിക്കാൻ, മുട്ടകൾ പുറത്തുവിടാൻ, ബീജം ഉൽപ്പാദിപ്പിക്കാൻ. ഗർഭനിരോധന ഇംപ്ലാന്റിന്റെ പൊതുവായ പാർശ്വഫലങ്ങൾ എന്താണ്? ശരീരഭാരം കൂടുക, യോനിയിലെ വരൾച്ച, വർദ്ധിച്ച പ്രത്യുൽപാദനക്ഷമത, ലിബിഡോ കുറയുക. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് സാധാരണയായി ജി സ്പോട്ട് എന്ന് വിളിക്കുന്നത്? ക്ലിറ്റോറിസ്, മൂത്രനാളി, യോനി, മുൻഭാഗത്തെ യോനിയിലെ മതിൽ. കുത്തനെയുള്ള ലിംഗത്തിന്റെ ശരാശരി വലിപ്പം എന്താണ്? 3-4 ഇഞ്ച്, 5-6 ഇഞ്ച്, 7-8 ഇഞ്ച്, 9-10 ഇഞ്ച്. ലൈംഗിക ക്ലൈമാക്സ് സമയത്ത് ലിംഗത്തിൽ നിന്നും ശുക്ലം പുറത്തുവിടുന്നതിനുള്ള വൈദ്യശാസ്ത്ര പദം എന്താണ്? ബീജസങ്കലനം, എമിഷൻ, രതിമൂർച്ച, സ്ഖലനം.